ഭക്തലക്ഷങ്ങൾ ഇന്ന് ആറ്റുകാലിൽ പൊങ്കാല അർപ്പിക്കും. ഇന്ന് രാവിലെ 9:15 ശുദ്ധ പുണ്യാക ചടങ്ങുകളോടെയാണ് ചടങ്ങുകൾ തുടങ്ങുക. 2:15 ഉച്ച കഴിഞ്ഞ് ഉച്ചപൂജയ്ക്ക് ശേഷം പൊങ്കാല നിവേദ്യം ഉണ്ടാകും. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് പൊതു അവധിയായിരിക്കും. ആറ്റുകാലിൽ നമ്മുടെ പ്രതിനിധികൾ ക്യാമ്പ് ചെയ്യുന്നു. സ്മിത ഹരിദാസ്, മേഘന മുരളി, സൂര്യഗായത്രി, വർഷ വിജയൻ, ലിഡിയ ജേക്കബ് എന്നിവർ തലസ്ഥാനത്തുണ്ട്. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നു. ആൾക്കൂട്ടത്തിന് തിരക്കിന് നടുവിലാണെന്ന് എനിക്കറിയാം. സ്മിത ഹരിദാസ്, ആറ്റുകാലിലെ പൊതുവെയുള്ള അന്തരീക്ഷം എങ്ങനെയാണ്? ഭക്തി നിർഭരമായ ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയതായും നമ്മുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് അതിരാവിലെ തുടങ്ങിയ തിരക്കാണ്. ദേവിയെ ദർശിക്കാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. നമ്മുടെ ഈ തൊട്ട് മുന്നിലാണ് നിൽക്കുന്നത്. നമ്മൾ നടക്കൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതിന് പുറകിലാണ് ദേവിയുടെ നട. ആ ശ്രീകോവിലെത്തി അതിന് മുന്നിലെത്തി ദേവിയെ ദർശിക്കാനുള്ള ഭക്തജനങ്ങളുടെ നീണ്ട നിരയാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ഇന്നലെ രാവിലെ മുതൽ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. ഇന്നിപ്പോൾ അതിരാവിലെ തന്നെ വന്നിരിക്കുന്നു. ഇന്നലെ തന്നെ വന്ന് ബന്ധുക്കളുടെ വീടുകളിൽ, സുഹൃത്തുക്കളുടെ വീടുകളിൽ, ഓരോ സ്ഥലങ്ങളിലായിട്ട് ഒരുപാട് സൗഹൃദം പങ്കുവയ്ക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. അവര് പൊങ്കാല ഇടുന്നതിന് മുൻപ് ഇന്ന് രാവിലെ തന്നെ അതിരാവിലെ തന്നെ ദേവിയെ ദർശിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം സാധാരണ പോലെ ഉച്ച കഴിഞ്ഞിട്ട് ദേവിയെ കണ്ട് ദർശിക്കുക എന്നുള്ളത് നടക്കില്ല. ചന്ദ്രഗ്രഹണം ആയതുകൊണ്ട് അല്പസമയം, അതായത് 3:10 മുതൽ ഉച്ച കഴിഞ്ഞ് 3:10 മുതൽ രാത്രി 7 മണി വരെ നട അടയ്ക്കും ദേവിയുടെ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അതിരാവിലെ തന്നെ, ഇന്നലെയും ഇന്നുമായി ദേവിയെ കണ്ട് തൊഴുവാൻ വേണ്ടിയിട്ടുള്ള ഭക്തജനങ്ങളുടെ തിരക്കാണ് ഈ കാണുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ഓരോ വർഷവും അതങ്ങനെ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്തവണ ഓരോ വർഷവും പറയാറുണ്ട് 40 ലക്ഷത്തിലേറെ പേർ വന്നു, അതിലുമേറെ പേർ വന്നു എന്ന് പറയും. ഇത്തവണ തീർച്ചയായിട്ടും അതേക്കാളൊക്കെ ഏറെ അടുത്തൊരു റെക്കോർഡിലേക്ക് പോകും ഈ തിരക്ക് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. കാരണം ഇന്നിപ്പോൾ പലതവണയായി ക്ഷേത്ര നടയിൽ ഓരോ പൂജകൾ നടക്കുമ്പോഴും ദേവിയെ കണ്ട് തൊഴുവാൻ വേണ്ടി നാമജപങ്ങളോടെ കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുടെ ഒരു തിരക്ക്, ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത് മാത്രമല്ല, വലിയ ചൂടാണ്. രാവിലെ തന്നെ ചൂട് തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഈ ചൂടൊന്നും ഇവർക്കൊരു പ്രശ്നമേ അല്ല. രാത്രി മുഴുവൻ ഉറങ്ങാതെ കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളെ നമ്മൾ കണ്ടു. തിരുവനന്തപുരം നഗരം മുഴുവൻ ഇങ്ങനെ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച. നഗരം മുഴുവൻ ഇങ്ങനെ ഓരോ പരിപാടികളായിട്ട് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ്. അപ്പോൾ രാത്രി മുഴുവൻ അങ്ങനെ നടക്കുന്ന ഭക്തജനങ്ങളെ നമ്മൾ കണ്ടു. എവിടെ നോക്കിയാലും പൊങ്കാലയ്ക്കായി ഒരുക്കങ്ങൾ നടക്കുന്നു. ഒപ്പം ദേവിയെ കണ്ട് തൊഴാൻ വേണ്ടി കുളിച്ച് ഇന്നലെ വ്രതം നോറ്റ് 7 ദിവസം വ്രതം നോൽക്കുന്നവരുണ്ട്, അതിലുമേറെ ദിവസം വ്രതം നോറ്റെത്തുന്നവരുണ്ട്. തലേ ദിവസം ഒരിക്കലെടുത്ത്, ഇന്നലെ വ്രതം നോറ്റ് ഒരിക്കലെടുത്ത് ദേവിയെ കണ്ട് തൊഴുതു പോയവർ ഇന്ന് അതിരാവിലെ വീണ്ടും എത്തുന്നു. ദേവിയെ കണ്ട് ക്ഷേത്രനടയിലെത്തി തൊഴുതതിന് ശേഷം വേണം പൊങ്കാല അർപ്പിക്കാനുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാൻ. ഇന്നിപ്പോൾ പൊങ്കാല അർപ്പിച്ച് പൊങ്കാല കലം നിറഞ്ഞ് തുളുമ്പുമ്പോൾ ദേവിക്ക് ദേവിയുടെ ഒരു അനുഗ്രഹം, അത് പലതരത്തിലുള്ള കാര്യങ്ങൾ അഭീഷ്ടസിദ്ധിക്കായിട്ട് ഓരോ കാര്യങ്ങൾ ദേവിയോട് പ്രാർത്ഥിക്കുന്നു. ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം അതാണ്. ഓരോ വർഷവും ഓരോ കാര്യങ്ങൾ, ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ ദേവിയോട് നേരിട്ട് കണ്ടു പറയുമ്പോൾ അവർക്കതൊരു സമാധാനമാകുന്നു എന്നുള്ളതാണ്. പിന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അത് നല്ല വിളവ്, മികച്ച വിളവ് ലഭിച്ചു കഴിഞ്ഞാൽ ഒക്കെ അവർ സ്വന്തം വിശേഷങ്ങൾ അമ്മയോട് പറയുന്നത് പോലെ ദേവിയെ കണ്ട് പറയാനായി എത്തുന്നു എന്നുള്ളതാണ്. ചരിത്രവും ഐതിഹ്യവും ഒപ്പം തന്നെ നമ്മുടെ ഈ കേരളത്തിലെ കർഷകരുടെ ഒരു ജീവിത പ്രകൃതിയുമായി ഒക്കെ ലയിച്ച് ചേർന്ന് കിടക്കുന്ന ഐതിഹ്യം. പിന്നെ നമ്മൾ കണ്ടതാണ്, എല്ലാ ജാതി മതസ്ഥരും ഒന്നിച്ചു നിന്ന് ഈ പൊങ്കാല ദിവസം ആഘോഷിക്കുന്നതിന്, പൊങ്കാല അതൊരു മഹാ ഉത്സവമാക്കി മാറ്റുന്നതിനുള്ള അവരുടെ ഒരു ഐക്യവും സ്നേഹവും മൈത്രിയും അതെടുത്തു പറയേണ്ടതാണ്. ഓരോ വർഷവും നമ്മളിവിടെ വരുമ്പോൾ അത് കാണുന്നുണ്ട്. എല്ലാവരുടെയും ഹൃദയം തുറന്നിടും പോലെയാണ് ഓരോ വീടുകളിലും. എത്രയെത്ര വീട്ടുകാരാണ് ഇവിടെ വന്ന് ബന്ധുക്കളായി മാറുന്നു, സ്വന്തക്കാരായി മാറുന്നു, ഏറ്റവും അടുത്തവരായി മാറുന്നു. ഓരോ വർഷവും അതത് വീടുകളിൽ വന്ന് പൊങ്കാല അടുപ്പുകൾ പല വീടുകളുടെയും മുന്നിലൊക്കെ തന്നെ നമുക്ക് കാണാം. ദൂരദേശങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ തന്നെ പൊങ്കാല അർപ്പിക്കുന്നു. അവർക്ക് വേണ്ട, ആവശ്യത്തിന് വേണ്ട കുടിവെള്ളം ഒരുക്കുന്നു. ഒപ്പം തന്നെ
ഭക്ഷണം കഴിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു. ആ രീതിയിൽ ഇതിപ്പോൾ ഇന്ന് വെളുപ്പിന് തുടങ്ങിയ ക്യൂ ആണ്. ദേവിയുടെ ക്ഷേത്ര സന്നിധിയിൽ തിരക്ക് നിയന്ത്രിക്കാനുള്ള ധാരാളം സജ്ജീകരണങ്ങളുണ്ട്. ഇടയ്ക്ക് ചെറിയ ചെറിയ ഇടവേളകളിലാണ് ഭക്തജനങ്ങളെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ പുരുഷന്മാർ കുറേ ഉണ്ടെങ്കിലും ഈ തിരക്ക് കാരണമാണെന്ന് തോന്നുന്നു ക്യൂവിൽ കൂടുതൽ പേരും സ്ത്രീകളാണ്. ഇപ്പോൾ പൊങ്കാല ഇടുന്നതിനുള്ള ഭക്തജനങ്ങൾ, സ്ത്രീകളായ ഭക്തജനങ്ങൾ, അവരാണ് രാവിലെ കൂടുതലായും ദേവീ ദർശനത്തിനായി ഈ നടക്കൽ കാത്തു നിൽക്കുന്നത്. അത് നമുക്ക് കാണാം. പല പ്രായക്കാരുണ്ട്, കൊച്ചുകുട്ടികൾ മുതൽ ഒരുപാട് പ്രായമുള്ള സ്ത്രീകൾ വരെയുണ്ട് ഭക്തജനങ്ങൾ. അവർക്ക് ഈ ക്ഷീണമൊന്നും ഒരു വിഷയമല്ല. ധാരാളം വെള്ളം കുടിക്കാനൊക്കെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ആംബുലൻസ് സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അതിലൊന്നും ഒരു തടസ്സവുമില്ലാതെ ഇതിങ്ങനെ ഒഴുകി 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 വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ മനോഹരമായ കാഴ്ചയാണ്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ്. ഓക്കെ, താങ്ക് യു. സ്മിത ഹരിദാസ് ആണ് ആറ്റുകാലിൽ നിന്നും വിവരങ്ങളുമായി തത്സമയം ചേർന്ന ഭക്തജന ലക്ഷങ്ങൾ ആറ്റുകാലിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ ഒഴുക്കാണ്. ഇപ്പോഴും അത് നിന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബസ് സർവീസുകളും തലസ്ഥാനത്തേക്കുണ്ട്. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്കറിയാം. ഈ ആറ്റുകാൽ പൊങ്കാല സമയത്ത് മിക്ക വീടുകളുടെയും വാതിലുകൾ തുറന്നിടും. മോരുവെള്ളവും വെള്ളവും ഒക്കെ സൗജന്യമായി കൊടുക്കും. മാത്രമല്ല ഇത്തവണ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത് പാള ഇമാമിൻ്റെ പ്രഖ്യാപനം ഈ നോമ്പ് കാലമാണെങ്കിൽ പോലും അവിടെ ഈ അതിഥികളായിട്ട് ഈ പൊങ്കാലയ്ക്ക് വരുന്നവരെ കാണും. അവർക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ എത്തിച്ചു കൊടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മതസൗഹാർദ്ദത്തിന്റെ മറ്റൊരു പ്രതീകമായിട്ട് നമുക്കിതിനെ കാണുകയും ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.